എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് എങ്ങനെയാണ് തിരുച്ചെന്തൂരിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് തിരുച്ചെന്തൂരിലേക്ക് പോകണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങള് കേരളത്തില് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, ഇപ്പൊ നിങ്ങള് കേരളത്തിന്റെ വടക്കേ ഭാഗത്ത് നോർത്തേൺ സൈഡിലുള്ള ജില്ലകളിൽ നിന്നാണെങ്കിൽ കോയമ്പത്തൂർ വന്നിട്ട് തിരുച്ചെന്തൂരിൽ പോകുന്നതായിരിക്കും എളുപ്പം. ഇവിടെ കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് നിന്ന് എപ്പോഴും ബസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഗോയിബിബോ വഴി ബുക്ക് ചെയ്യാം. സ്ലീപ്പറോ സെമി സ്ലീപ്പറോ സീറ്ററോ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ബുക്ക് ചെയ്യാം. ഞാൻ VAA മണി ട്രാവൽസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല സർവീസ് ആണ് അവരുടെ. കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് ആണെങ്കിലും ലൈവ് ട്രാക്കിംഗ് ആണെങ്കിലും വിളിച്ച് അപ്ഡേറ്റ് തരുന്നതാണെങ്കിലും എല്ലാം പക്കയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു VAA മണി ട്രാവൽസ്. നമുക്ക് ഗോയിബിബോ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ബസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സിംഗിൾ സീറ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷെ ബസ്സിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ. സിംഗിൾ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ലേഡീസ് കാറ്റഗറിയിൽ നമ്മൾ ഈ ബെഡ് ഷെയർ ചെയ്യില്ല, അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. ഭാഗ്യത്തിന് ആരും ബുക്ക് ചെയ്തില്ല കേട്ടോ. ഫുൾ ബെഡ് ഇത് എനിക്ക് കിട്ടി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ്. സമയം വൈകിയതുകൊണ്ട് ഫുഡ് കഴിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ പ്രകാശേട്ടൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് എനിക്ക് ക്രീം ബണ്ണ് വാങ്ങിച്ചു കൊണ്ടുവന്നാണ്. എനിക്ക് മധുരമുള്ള ഭക്ഷണത്തോട് അധികം ഇഷ്ടമില്ല, താല്പര്യമില്ല. 7 വർഷമായിട്ട് ആൾ എന്നാണ് എൻ്റെ ഇഷ്ടങ്ങൾ പഠിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ആൾ എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നത് ക്രീം ബണ്ണാണ്. അങ്ങനെ വിശപ്പ് കാരണം കൊണ്ട് അതും കഴിച്ചു. പുലർച്ചെ 5 മണിക്ക് എത്തേണ്ട ബസ് ഏകദേശം 4:45 ആകുമ്പോഴേക്കും തിരുച്ചെന്തൂരിലെത്തി കേട്ടോ. അവിടുന്ന് പിന്നെ ഒരു 7 മിനിറ്റ് ക്ഷേത്രത്തിലേക്ക്. ഓട്ടോ ചേട്ടന്മാർക്ക് അവർ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഓട്ടോ വിളിച്ച് നേരെ തിരുച്ചെന്തൂരിലെത്തി. രാവിലെ പുലർച്ചെ ഒരു 4:30 5 മണിക്ക് തിരുച്ചെന്തൂർ ഗോപുരത്തിൻ്റെ മുന്നിൽ. ആഹാ, അത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിന് അത്രയും സന്തോഷം. പിന്നെ ഭഗവാനെ കണ്ട് ആദ്യം ഗോപുരം കണ്ട് പിന്നെ നേരെ പോയിട്ട് നല്ല മണീസിൽ നിന്നൊരു കോഫി, ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ നേരെ പോയിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്തത്. അവിടെ ചുറ്റിലും ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന് ചുറ്റി തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ബുക്ക് ചെയ്ത് വരുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇവിടെ ശിവമുരുകൻ കുറച്ച് വലിയ ലോഡ്ജാണ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കാം. ആനന്ദ ഗ്രാൻഡ് ഉണ്ട്, ഓപ്പോസിറ്റ് ആനന്ദ ഗ്രാൻഡ് ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്തത് അർച്ചന ലോഡ്ജാണ്. ഇത് വളരെ സേഫ് ആൻഡ് അമ്പലത്തിനോട് വളരെ അടുത്താണ്. ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ ടെമ്പിളാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് സ്ഥിരം ഇവിടെ വരുന്നത് കൊണ്ട് ടെൻഷനില്ല. ഒറ്റയ്ക്കാണെങ്കിലും സേഫാണ്. ലേഡീസ് ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ അർച്ചന, ആനന്ദ ഗ്രാൻഡ്, ഓപ്പോസിറ്റുള്ള ശിവമുരുകൻ ഇതെല്ലാം പക്ക സേഫാണ് കേട്ടോ. മറ്റ് ഹോട്ടൽസ് സേഫ് അല്ല എന്നല്ല, എനിക്ക് പരിചയമില്ല. ഇവിടെയാണ് കൂടുതൽ പരിചയം. ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. ഓം ശരവണ ഭവ.